അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ തേർഡ് ചാപ്റ്ററായ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറയുന്ന ഒരു സ്പീച്ചിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു പ്ലേയിലെ ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സ്പീച്ചിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ ഒരു സ്പീച്ചിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs of who ruled Rome. He is assassinated in the Capitol by a band of conspirators led by his bosom friend Brutus. അപ്പോൾ സീസർ എന്ന് പറയുന്നത് റോമിലെ ചക്രവർത്തി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അസാസിനേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണ് ഒരു കൂട്ടം കോൺസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഗൂഢാലോചനക്കാർ വഴി അദ്ദേഹത്തെ കൊല്ലുകയാണ്. അപ്പോൾ ആ ഗൂഢാലോചനക്കാരെ നയിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും മെയിൻ ആളാണെന്ന് പറയുന്നത് ഈ സീസറിൻ്റെ തന്നെ ഉറ്റ സുഹൃത്തായ ബ്രൂട്ടസ് ആയിരുന്നു. ബ്രൂട്ടസാണ് സീസറിനെ സഹിച്ച് കൊല്ലുന്നത്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൺസ്. അപ്പോൾ ഈ അസാസിനേഷന് ശേഷം ബ്രൂട്ടസ് എന്ത് ചെയ്യുകയാണ്, ഒരു റോമൻ സിറ്റിസൺസിനെ അഡ്രസ്സ് ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയാണ്. ഒരു ചെറിയ പക്ഷേ എഫക്റ്റീവായ സ്പീച്ചിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സീസറിൻ്റെ മറ്റൊരു സുഹൃത്തായ മാർക്ക് ആൻ്റണി സീസേഴ്സ് ഫ്രണ്ട്സ് സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ യോളജി ടു സീസർ. അപ്പോൾ മാർക്ക് ആൻ്റണി ബ്രൂട്ടസിൻ്റെ പെർമിഷനോട് കൂടി തന്നെ ഒരു സ്പീച്ച് നടക്കുകയാണ്, ഒരു ഫ്യൂണറൽ സ്പീച്ച് നടത്തുകയാണ്. Antony's masterful oration expertly manipulates the emotion of the crown. He persuades them to believe that the Brutus and the conspirators had selfish motives and the crown wants to avenge Caesar's murder. അപ്പോൾ ആൻ്റണി തൻ്റെ സ്പീച്ചിൽ എന്താണ് പറയുന്നത്, ബ്രൂട്ടസിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു, അതുവഴിയാണ് അസാസിനേറ്റ് ചെയ്യപ്പെട്ടത്, സീസറിനെ അസാസിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ക്ലൗഡ് എന്ത് ചെയ്യണം, സീസറിൻ്റെ മരണത്തിൽ അവെഞ്ച് എടുക്കണമെന്നൊക്കെ പറയുന്ന ഒരു ആൻ്റണിയുടെ ഒരു സ്പീച്ചാണ്, മാർക്ക് ആൻ്റണിയുടെ ഒരു സ്പീച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. Romans countrymen, lend me your ears. I came to bury Caesar, not to praise him. The evil that men do live after them. The good is oft interred with their bones. So let it be with Caesar. അപ്പോൾ പറയുകയാണ് എന്താണ്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ, സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചെവികൾ എനിക്ക് കടം തരണം. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കൂടി കേൾക്കണം. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്, ടു ബറി സീസർ, ഞാൻ സീസറിൻ്റെ അടക്കത്തിനാണ്, സീസറിൻ്റെ സംസ്കാരത്തിനാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്യാനല്ല, അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയാനോ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയാനോ ഒന്നുമില്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദ ഇവിൾ ദാറ്റ് മെൻ ഡു വിൽ ലിവ് ആഫ്റ്റർ ദം. ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു തെറ്റ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അവിടെ നിലനിൽക്കും, ആ ഒരു തെറ്റ് അവിടെ നിലനിൽക്കും. പക്ഷേ ചെയ്യുന്നൊരു നല്ല കാര്യം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ബോൺസിൻ്റോട് കൂടി തന്നെ പോകും. അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി തന്നെ ആ നല്ലതും അവസാനിക്കും. അങ്ങനെയാണ് സീസറിന് സംഭവിച്ചിരിക്കുന്നത്. ദ നോബിൾ ബ്രൂട്ടസ് ഹാഡ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഈ ദ നോബിൾ ബ്രൂട്ടസ്, ഈ നല്ലവനായ ബ്രൂട്ടസ് എന്താണ് പറഞ്ഞത്, സീസർ അംബീഷ്യസ് ആണ് എന്നുള്ളതാണ്. സീസർ അംബീഷ്യസ് ആണ്, അതായത് സീസർ എന്താണ്, അതിമോഹിയായിരുന്നു എന്നുള്ളതാണ് ആ ബ്രൂട്ടസ് പറഞ്ഞത്. ഇഫ് ഇറ്റ് വെയർ സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട് ആൻഡ് ഗ്രീവിയസ്ലി ഹാവ് സീസർ ആൻസേർഡ് ഇറ്റ് ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. അപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, സീസർ അംബീഷ്യസ് ആയിരുന്നു, സീസർ അതിമോഹി ആയിരുന്നുവെങ്കിൽ അതൊരു ഗ്രീവിയസ് ഫോൾട്ടാണ്, അതൊരു വലിയ കുറ്റം തന്നെയാണ്, ഒരു വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സീസർ ആ വലിയ തെറ്റിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു തെറ്റ് കാരണം. ബ്രൂട്ടസും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാം കൂടി ചേർന്ന് അതിനുള്ള ഉത്തരവും വാങ്ങിച്ചിട്ടുണ്ട് സീസറിൽ നിന്നും. ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, സോ ആർ ദേ ഓൾ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു നല്ലവനായ മനുഷ്യനാണ്, ഒരു മാന്യനായ മനുഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും, ആ ബ്രൂട്ടസിൻ്റെ അനുയായികളും ആ സീസറിൻ്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത ബാക്കി എല്ലാവരും എന്തെയാണ്, ഓണറബിൾ മാൻ തന്നെയാണ്. Come I to speak in Caesar's funeral. He was my friend, faithful and just to me. പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് സീസറിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാനാണ്, സീസറിൻ്റെ ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ടാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, ജസ്റ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എന്താണ്, ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, വിശ്വസിക്കാനും അതുപോലെ തന്നെ നീതിമാനും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സീസർ. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് പറയുന്നത് എന്താണ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹം അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്, സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്, അതായത് അദ്ദേഹം അതിമോഹിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബ്രൂട്ടസ് ഒരു ഹോണറബിൾ മാനാണ്, ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണ്. He had brought many captives home to Rome,
whose ransoms did the general coffers fill? Did this in Caesar seem ambitious? അടുത്ത മാർക്ക് ആൻ്റണി ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ്? സീസർ ഒരുപാട് ക്യാപ്റ്റീവ്സിനെ, ബന്ദികളെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ആ ഒരു മോചനദ്രവ്യം വാങ്ങിച്ച് ആ റോമിലെ ഖജനാവുകൾ അദ്ദേഹം നിറച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസറിൻ്റെ ഈ പ്രവൃത്തി അംബീഷ്യസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിമോഹമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? When that the poor have cried, Caesar hath wept. Ambition should be made of sterner stuff. അടുത്ത് പറയുകയാണ്, എന്താണ്, പാവപ്പെട്ടവർ അല്ലെങ്കിൽ സാധാരണക്കാർ, റോമിലെ സാധാരണ ജനങ്ങൾ കരഞ്ഞപ്പോൾ സീസറിനും കൂടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എന്ത് വേണം? കുറച്ചുകൂടെ മാനസികമായിട്ട് സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രൂരത മനസ്സിൽ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേർണർ സ്റ്റഫ് വേണം എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ സീസർ അത്രയ്ക്ക് അംബീഷ്യസ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് മാർക്ക് ആൻ്റണി അതിൽ കൂടെ പറയുന്നത്. അതായത് റോമിലെ പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസറും കൂടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. യെറ്റ് ബ്രൂട്ടസ് he was ambitious and Brutus is an honorable man. പക്ഷേ വീണ്ടും ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ബ്രൂട്ടസിനെ തർക്കിക്കുന്നില്ല, കാരണം അദ്ദേഹം മാന്യനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ ഹോണറബിൾ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാസ്റ്റിക്കലിയാണ്. അദ്ദേഹത്തിനെ ഒരു കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, മാന്യനല്ല എന്ന് പറയുന്നതാണ്, ഇൻഡയറക്റ്റായിട്ട് പറയുന്നതാണ് ആ ഒരു ഹോണറബിൾ മാൻ എന്ന് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഈ സ്പീച്ചിലുടനീളം യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ Lupercal I thrice presented him a kingly crown, which he did thrice refuse. Was his ambition? ലുപ്പേക്കാളിൻ്റെ സമയത്ത്, ലുപ്പേക്കാൾ എന്ന് പറയുന്നത് ഒരു റോമിലെ ഒരു ഫെസ്റ്റീവ് സീസണൊക്കെയാണ്. ആ സമയത്ത് ഞാൻ രാജകിരീടം 3 പ്രാവശ്യം സീസറിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം അദ്ദേഹം അത് റെഫ്യൂസ് ചെയ്തു. ഇത് അംബീഷനായിരുന്നു, ഇതൊരു അതിമോഹമായിരുന്നു. പക്ഷേ ബ്രൂട്ടസ് പിന്നെയും പറയുന്നത് എന്താണ്? അദ്ദേഹം അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് 3 പ്രാവശ്യം ആ ഒരു കിങ്ലി ക്രൗൺ ഓഫർ ചെയ്യപ്പെട്ടിട്ടും എന്താണ്, സീസർ 3 പ്രാവശ്യം അത് റെഫ്യൂസ് ചെയ്യുകയാണ്. എന്നിട്ടും ആ ബ്രൂട്ടസ് പറയുന്നത് എന്താണ്? അദ്ദേഹം അംബീഷ്യസ് ആയിരുന്നു, അദ്ദേഹം അതിമോഹിയായിരുന്നു എന്നാണ്. ആൻഡ് ഷുവർ ഹീസ് എൻ ഓണറബിൾ മാൻ. പക്ഷേ ബ്രൂട്ടസ് എന്താണ്? ഒരു മാന്യനായ മനുഷ്യനാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, ബട്ട് ഹിയർ ഐ എം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഞാനിവിടെ വരുന്നത് ബ്രൂട്ടസൻ പറഞ്ഞതിനെ എതിർക്കാനോ ബ്രൂട്ടസ് പറയുന്നത് തെറ്റാണെന്ന് പറയാനോ ഒന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യം, എനിക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യം പറയാനായിട്ടാണ്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്, നോട്ട് വിതൗട്ട് കോസ്. വാട്ട് കോസ് വിത്ത്ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. നിങ്ങളെല്ലാവരും സീസറിനെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങളെല്ലാവരും സീസറിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഒരിക്കൽ സീസറിനെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴെന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്? എന്ത് കാരണമാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് വിലപിക്കുന്നതിനെ തടയുന്നത്? ഓ ജഡ്ജ്മെൻറ്റ്, ദോ ought fled to brutish beast, and men have lost their reason, bear with me. My heart is in the coffin there Caesar with, and I must pause till it come back to me. ജഡ്ജ്മെൻറ്റ് ദോ ആർട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. അതായത് ഈ ജഡ്ജ്മെൻറ്റും അല്ലെങ്കിൽ നീതിയും ന്യായമൊക്കെ ഇപ്പോൾ വൈൽഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യർ പെരുമാറുന്നത് എങ്ങനെയാണ്? വൈൽഡ് ആനിമൽസിനെ കണക്കാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാണ്? അവരുടെ ലോജിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ ആ ഒരു റീസണിങ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക ശേഷി തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബിയർ വിത്ത് മീ, അതായത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള പേഷ്യൻസ് നിങ്ങൾ കാണിക്കണം. മൈ ഹേർട്ട് ഈസ് ഇൻ ദ coffin there with Caesar, and I must pause till it come back to me. അപ്പോൾ എൻ്റെ ഹൃദയം എവിടെയാണ്? ആ ഒരു സീസറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൊഫീനിലാണ്, അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയിലാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അതുകൊണ്ട് അത് തിരിച്ചു വരുന്നത് വരെ ഞാൻ ക്ഷമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ച്. ഇതിനകത്ത് ഈ സ്പീച്ചിന് ശേഷം ആ ഒരു ക്രൗഡ് ആ ഒരു കോൺസ്പിറേറ്റേഴ്സിനെതിരെ തിരിയുകയാണ്, ആ ഒരു ബ്രൂട്ടസിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമെതിരെ തിരിയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക.